അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും അടുത്ത ഗൗരി സങ്കടത്തോടെ ഇരുന്നു. മോളെ ക്ഷമിക്കോ, ഈ പാപികളോട് ഞങ്ങൾക്കറിയില്ലായിരുന്നു. കൃഷ്ണസ്വാമി ഗൗരിയുടെ കവിൾ തലോടി. എൻ്റെ അമ്മയെപ്പോലെയാണ് മോളും, കാണാൻ ഇവിടേക്ക് ചെറിയ വ്യത്യാസമുണ്ട്. അല്ല താത്ത, ഗൗരിയുടെ കല്യാണത്തിന് പോകണ്ടേ നമുക്ക്? പത്തനംതിട്ട പോണം, ഞങ്ങളും വരും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെങ്കിലും എനിക്കും ഇവൾക്കും കാണാം ഞങ്ങളുടെ കൊച്ചുമകളുടെ കല്യാണം. ദേ ഏട്ടാ നോക്കിക്കേ, നമ്മുടെ കല്യാണം കാണണ്ട, കൊച്ചുമകളുടെ കല്യാണം കണ്ടാൽ മതിയെന്ന്. അതിന് നിന്റെ പഠിത്തെങ്കിലും കഴിയണ്ടേടാ ചെക്ക. ശ്രീജിത്ത് അബിയെ കളിയാക്കി. അത് കേട്ട് എല്ലാവരും അവരെ നോക്കി ചിരിച്ചതോടെ അബി മുഖം വീർപ്പിച്ചു. മോനെ അബി, നിന്റെ അപ്പാവേക്കാൾ 15 വയസ്സ് ചെറുതായിരുന്നു ലക്ഷ്മിക്കുട്ടി. അവളുടെ വിവാഹം ഞങ്ങളുടെ സ്വപ്നമായിരുന്നു, പക്ഷെ അന്ന് നടന്നില്ല. ഏതോ ഓർമ്മയിൽ നനവാർന്ന മെഴികളോട് കൂടി ഇരുവരും കുറച്ചു സമയം ഒന്നും മിണ്ടാതിരുന്നു. ഇനി നിങ്ങളുടെ 3 ആളുടെയും വിവാഹം കാണാം. കണ്ണടയും മുൻപ് ഗൗരിയും ചേർത്ത് പിടിച്ചിരുന്നു ഇരുവരും. അപ്പോഴും നാളെ നിങ്ങൾക്ക് വൈകിട്ട് പോയാൽ പോരെ മക്കളെ? കൃഷ്ണസ്വാമി അരുണിനെയും മഹിയെയും നോക്കി ചോദിച്ചു. നാളെ ഉച്ചയോടെ പോകും അപ്പൂപ്പ. ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് ദിവസം വന്ന് താമസിക്കും. അതുപോലെ മതി കുഞ്ഞെ, സന്തോഷമായി എൻ്റെ മക്കൾ വന്നല്ലോ. അമ്മമ്മ പറയുന്ന കേൾക്കെ എല്ലാവരും ഗൗരിയെ നോക്കി ഒരു ചിരിയോടെ ഇരുന്നു. ഇന്ന് ഞങ്ങളുടെ കൂടെ കിടക്കുമോ മോള്? അമ്മമ്മയാണ് ചോദിച്ചത്. ഗൗരി ഒന്ന് മോളി. അന്ന് രാത്രി നല്ല രീതിയിലുള്ള സദ്യയൊക്കെ ഉണ്ടാക്കി കൊടുത്തു പറഞ്ഞ. നോൺ വെജില്ലാതെ ആളിന് കുഴപ്പമില്ലല്ലേ? ശ്രീജിത്ത് ചോദിച്ചു. ഞാനെല്ലാം കഴിക്കും, വെജും നോണും ഒക്കെ. ഇന്നതേ കഴിക്കുമെന്നൊന്നുമില്ല. ഞങ്ങളും ഇപ്പോൾ ചിക്കനും മുട്ടയും കഴിക്കും, മീനൊന്നും കഴിക്കില്ലെന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒന്നും വെച്ചുണ്ടാക്കിയില്ല. നിങ്ങൾ മാരേജ് കഴിഞ്ഞിട്ട് വരുമ്പോൾ നമുക്ക് ഉഷാറാക്കാൻ മതിയോ? അബിയും പറഞ്ഞു. രാത്രി അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും കൂടി ഗൗരി ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടായിരുന്ന അപ്രചിത്തം എങ്ങോട്ട് പോയിന്ന് ഗൗരിക്ക് പോലും അറിയില്ലായിരുന്നു. മഹി അബിയുടെ കൂടെയും കൂടി. അമ്മൂമ്മയ്ക്കും അപ്പൂപ്പനും എന്നെ ഇഷ്ടമായോ? രാത്രി അവർക്കരികിൽ ചേർന്ന് കിടക്കുമ്പോൾ ഗൗരി ചോദിച്ചു. പിന്നെ ഇഷ്ടമാവാതെ? എൻ്റെ ലക്ഷ്മിക്കുട്ടിയുടെ മോളല്ലേ, അപ്പം ഇഷ്ടമാവാതെ ഇരിക്കോ? നിന്റെ അപ്പയെ അവൾക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാവാം മോളെപ്പോലും വിട്ട് അവൻ്റെ കൂടെ പോയി കളഞ്ഞത് അല്ലേ മോളെ? ആവും. കല്ലിനോട് എന്നെ നോക്കാൻ കഴിയുമെങ്കിൽ നോക്കണം, ഇല്ലെങ്കിൽ ഏതെങ്കിലും അനാഥാലയത്തിൽ എന്നെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞത്രേ. ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ ആരും സ്വീകരിക്കലും തോന്നിയിരിക്കും. എൻ്റെ പൊന്നുമോൾക്ക് കൃഷ്ണസ്വാമിക്ക് വിങ്ങിലടക്കാൻ കഴിയുന്നില്ലായിരുന്നു. നിന്നെ ധാവണി എടുത്ത് കണ്ടപ്പോൾ എൻ്റെ ലക്ഷ്മി ഓർത്തുപോയി ഞാൻ. ഭാഗ്യലക്ഷ്മി വിതുമ്പി. രണ്ടാളും വിഷമിക്കണ്ട, ഞാനില്ലേ കൂടെ. ഇടയ്ക്കിടെ ഇങ്ങോട്ട് ഓടി വന്നോളാം കേട്ടോ. വരണം ഞങ്ങളുടെ പൊന്നുമോള്. ഉറക്കത്തിലേക്ക് വഴുതി വീടുമ്പോഴും സീതലക്ഷ്മിയുടെ കുറവും കളിച്ചീരികളും ഡാൻസിനുള്ള താല്പര്യവുമൊക്കെ സംസാരിച്ച് കിടന്ന മൂവരും രാവിലെ ഗൗരിയും മഹിയും അബിയും കൂടെ വീടിന് സമീപമുള്ള ശിവക്ഷേത്രത്തിൽ പോയി തൊഴുതു. ആർക്കോ ഇതാരെന്ന് അബി ചോദിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അനിയത്തിയും അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുമെന്നാണ് അബി പറഞ്ഞത്. പിന്നെ വീട്ടിലെത്തിയപ്പോൾ ഇഡലിയും സാമ്പാറും വെള്ള തേങ്ങ ചമ്മന്തിയും വടയും ഇൻസ്റ്റന്റ് ബ്രൂ കോഫിയും ഒക്കെയായി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിറങ്ങാൻ നിന്നവരെ ഉച്ചയൂണ് കഴിഞ്ഞ് അപർണ വിടാൻ തയ്യാറായുള്ളൂ. ഉച്ചയ്ക്കോണൊക്കെ കഴിച്ചിറങ്ങുമ്പോൾ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും കാൽ തൊട്ട് വന്ദിച്ച് ഗൗരിയും മഹിയും ഇരുവരെയും അനുഗ്രഹിച്ച് കയ്യിലേക്ക് ഒരു വലിയ ബോക്സ് വെച്ച് കൊടുത്തു. എന്താ അമ്മൂമ്മ ഇത്? നിന്റെ അമ്മയുടേതാണ് മോളെ. അപ്പയുടെ കൂടെ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോയില്ല അവൾ. ഇനി ഇത് മോൾക്ക് ഇരിക്കട്ടെ. വേണ്ട, എനിക്കിതൊന്നും വേണ്ട അമ്മൂമ്മേ. ഗൗരി മോളും ഇങ്ങോട്ട് നോക്കി. ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് എന്തിനാ? ആരും ഇതൊക്കെ ഉപയോഗിക്കുന്നത്? മോൾക്കുള്ളതാണ്, കൊണ്ടുപോകണം. വിവാഹത്തിനിടുകയും വേണം. ഗൗരി മടിയുടെ മഹിയെ നോക്കി. അവൻ കണ്ണ് ചിമ്മി അനുവാദം കൊടുത്തതോടെ ഗൗരി അത് വാങ്ങിച്ചു. പിന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞ് മൂവരും ഇറങ്ങിയത് കണ്ടതും ആ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും മിഴികൾ നിറഞ്ഞെങ്കിലും ഗൗരി കയറിയ കാർ മുന്നോട്ട് നീങ്ങിയ ശേഷമേ അതൊഴുക്കാൻ അവർ അനുവദിച്ചുള്ളൂ. ഇപ്പം നിന്റെ ടെൻഷൻ സങ്കടമൊക്കെ പോയില്ലേ ഗൗരി? അരുൺ ചോദിക്കുമ്പോൾ ഗൗരി അവനെയും മഹിയെയും നോക്കി ചിരിച്ചു. വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ അമ്മ എന്നോട് ഒരിക്കലും ക്ഷമിക്കില്ലായിരുന്നു അല്ല ചേട്ടായി. അവർക്കറിയില്ലായിരുന്നു നീ ഭൂമിയിലുണ്ടെന്നും പിന്നെ അബിയും അവൻ്റെ അമ്മയും ചേട്ടനുമൊക്കെ നീ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അന്വേഷിച്ച് കണ്ട് പിടിക്കാനാണ് ശ്രമിച്ചത്. അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞത് അവരെ കാണാൻ പോകാമെന്ന്. ഇപ്പോൾ മനസ്സ് ശാന്തായില്ലേ? ആയി മഹിയേട്ടാ, ഇപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. സീറ്റിൽ ചാരി കിടന്ന് കണ്ണും കടച്ച് ഗൗരി. പിന്നെ തേവരക്കിലെത്തി മഹി വിളിക്കുമ്പോഴാണ് ഗൗരി ഉണർന്നത്. എന്തൊരു ഉറക്കമായിരുന്നു ഗൗരി, എന്തൊരു ഉറക്കമായിരുന്നു ഗൗരി. നിന്റെ ഉറക്കം കളയേണ്ടെന്ന് പറഞ്ഞ് ഒരു ചായ കുടിക്കാൻ പോലും ഇറങ്ങിയില്ല. ആണോ ചേട്ടായി? സോറി, ഞാൻ ഉറങ്ങിപ്പോയി. അവളുടെ മുഖത്തെ ഭാവവും അരുണിനോട് പറയുന്നൊക്കെ കേട്ടിരുന്ന മഹി അവർക്ക് പിന്നാലെ പുറത്തേക്ക് ഇറങ്ങി. വന്നോ പിള്ളേരെ പോയിട്ട്? അവിടെ എല്ലാവർക്കും സന്തോഷമായോ? ഗൗരിയുടെയും കൈപിടിച്ച് അടുത്തിരുത്തി ബീന ചോദിച്ചു. എല്ലാവരും നല്ലതാണ് ബീനാമ്മേ. അവിടുത്തെ അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ എന്നോട് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ വരാൻ ഇറങ്ങിയപ്പോൾ കാരണം ഞാൻ കാണാതിരിക്കാൻ ശ്രമിച്ചു, പക്ഷെ ഞാൻ കണ്ടു.
അത് പറയുമ്പോൾ ഗൗരിയുടെ മിഴികളും നിറഞ്ഞു. വിവാഹം കഴിഞ്ഞിട്ട് മോൾക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോയി കാണാലോ. മഹാദേവൻ ഗൗരിയെ സമാധാനിപ്പിച്ചു. അത് മാത്രമല്ല ദേവ, നാളെ കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങ് എത്തില്ലേ, പിന്നെന്താ. വല്യപ്പച്ചനും പറഞ്ഞതോടെ ഗൗരിയുടെ മുഖം ഒന്ന് തെളിഞ്ഞു. ആ മുഖത്ത് സന്തോഷം കാണി എല്ലാം മനസ്സുകളും നിറഞ്ഞു. അലീനെ വിളിച്ചോ വല്യപ്പച്ച? ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല. ഇന്ന് അവളോട് ഇങ്ങോട്ട് വിളിച്ചതുമില്ല. ഗൗരി ചോദിച്ചപ്പോൾ എല്ലാവരുടെയും മുഖത്തൊരു ചിരി തെളിഞ്ഞു. മോള് ചെന്ന് ഫ്രഷ് ആയിട്ട് വാ, എന്നിട്ട് സംസാരിക്കാം. ഗൗരി തലയാട്ടിക്കൊണ്ട് മുകളിലേക്ക് പോയി. ചാടിത്തുള്ളി റൂമിൽ കയറി ഗൗരി ഞെട്ടിപ്പോയി. മുന്നിൽ കൈയും കെട്ടി നിൽക്കുന്ന അലീന. എന്റെ ഗൗരി പെണ്ണേ, കറക്കമൊക്കെ കഴിഞ്ഞെത്തിയോ? അലീന, എത്ര ദിവസമായിരുന്നു കണ്ടിട്ട്? അലീനയും കെട്ടിപ്പിടിച്ച് ഗൗരി അലീനയും അവളെ പുണർന്നു. ഇനി നിന്റെ മഹിയേട്ടനെ ഔപചാരികമായി കൈ പിടിച്ച് കൊടുത്തിട്ടേ ഈ അലീന ഇവിടുന്ന് പോകുന്നുള്ളൂ. ശരിക്കും ഇവിടെ നിൽക്കോ? സിപ്പിച്ച് സമ്മതിച്ചു നിൽക്കാൻ? പിന്നെയില്ലാതെ ദേ ഇപ്പൊ പോയതേ ഉള്ളൂ, നാളെ വൈകിട്ടിങ്ങെത്തും. അപ്പോ ഇന്ന് മഹിയേട്ടന്റെ കൂടെ പോകുമോ, ഇവിടെ നിൽക്കോ? അലീന ചോദിക്കെ താഴേക്ക് ഇറങ്ങുന്നതായിരുന്ന ഗൗരിയുടെ മുഖം മങ്ങി. എന്താ ഗൗരി? മഹിയുടെ അടുത്ത് വന്നിരുന്ന ഗൗരിയുടെ മുഖം കാണി മഹി ചോദിച്ചു. അലീന ഇന്നു മുതൽ ഇവിടെ ഉണ്ട് മഹിയേട്ടാ. അപ്പം ഞാൻ എങ്ങനെ വരും മഹിയേട്ടൻ്റെ കൂടെ? വിഷമത്തോടെ ഗൗരി പറഞ്ഞു. അല്ലെങ്കിലും ഇന്നു മുതൽ മോള് ഇവിടെ നിൽക്കണം. ഇനിയിപ്പോൾ 3 ദിവസമല്ലേ ഉള്ളൂ. പാർലറിൽ പോകണം, വീട്ടിലിരുന്ന് ഇത്തിരി പൊടിക്കൈകളൊക്കെ ചെയ്യണം. പിന്നെ മഹി ഇവിടെ തന്നെ ഉണ്ടല്ലോ, രാവിലെ മോളെ വന്ന് കണ്ടോളും. ബീന പറഞ്ഞിട്ട് ഗൗരിയുടെ മുഖം തെളിഞ്ഞില്ല. പക്ഷെ അലീനയെ വിഷമിപ്പിക്കാതിരിക്കാൻ ഒരു ചിരി മുഖത്ത് അണിഞ്ഞിരുന്നു. രാത്രി മഹി പോവാൻ ഇറങ്ങിയപ്പോൾ ഗൗരി അവന്റെ മുഖത്തേക്ക് നോക്കി. രാവിലെ വരാൻ കേട്ടോ. മഹിയും വീട്ടുകാരും പോയതോടെ അലീന ഗൗരിയെയും പിടിച്ച് റൂമിൽ പോയി. ഇനി പറയേ, എന്ത്? അല്ല, ഒരു ദിവസം പോലും മാറി നിൽക്കാൻ വയ്യേ നിനക്ക്? അറിയില്ല അലീന, മഹിയേട്ടനെ കാണുന്ന നിൽക്കുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നാം. അതാ എനിക്കറിയാം ഗൗരി നിന്നെ. അതുപോലെ ആ മനുഷ്യനും നിന്നെ ജീവനാണ്. നിങ്ങളെന്നും ഇതുപോലെ സന്തോഷത്തോടെ കഴിയണം, അതാണ് എൻ്റെ പ്രാർത്ഥന. അതൊക്കെ നിൽക്കട്ടെ, നിന്റെ പേടി എന്തായി? സിബിച്ചൻ പേടിയൊക്കെ മാറ്റോ? അതൊക്കെ കുറച്ച് ദിവസത്തേക്ക് നീട്ടി വെച്ചോ? അതോ അതുണ്ടല്ലോ, നമ്മൾ വിചാരിക്കും പോലെ അത്ര സുഖമുള്ള ഏർപ്പാടല്ലടി. നല്ല പെയിനായിരിക്കും. ആണോ? നിനക്ക് നല്ല വേദനയുണ്ടായിരുന്നോ? അയ്യോ, അപ്പം ഇനി എന്ത് ചെയ്യും? നീ ഒന്നും ചെയ്യണ്ട, വേദനയൊക്കെ പതിയെ പതിയെ മാറും എന്നാ സിബിച്ചൻ പറഞ്ഞത്. മാറുകൂടി, നീ പറയുന്ന കേട്ടപ്പോൾ എന്തോ ഒരു പേടി. ഇനി അതൊന്നും മഹേഷിനോട് പറയില്ലേ, നാണക്കേട്. ഞാൻ പറയില്ല. അവിടെ കത്രീരാമച്ചി എന്തോ പറയുന്നു? പാവാണടി, ഈ നാക്ക് കാണിക്കൽ മാത്രമേ ഉള്ളൂ കേട്ടോ. മറ്റന്നാളെ ഇങ്ങെത്തും. ഗൗരി, നിന്റെ അമ്മൂമ്മയും അപ്പൂപ്പനെയും ഒക്കെ കണ്ടപ്പോൾ എന്ത് തോന്നിയടി? ഒട്ടും താല്പര്യമില്ലാതെയാണ് അലീന ഞാൻ പോയത്. പക്ഷെ എല്ലാവരും പാവങ്ങളാണ്. പോയില്ലായിരുന്നെങ്കിൽ കഷ്ടമായേനെ. പിന്നെ എല്ലാവരും മറ്റന്നാൾ വരും. അന്ന് നല്ല രസമായിരിക്കും എല്ലാവരും കുടുംബം. ഇവിടെ ഇല്ലടി വരിക, മഹിയേട്ടൻ്റെ വീട്ടിലാകും. പിന്നെ ശംഭു ചേട്ടനും സൗമ്യ ചേച്ചിയും വാവയും ഒക്കെ കാണും. മറ്റന്നാൾ എല്ലാവർക്കും ഇവിടെ കൂടാമെന്ന് മഹിയേട്ടനോട് നീ പറഞ്ഞാൽ മതി. നീ എന്തു പറഞ്ഞാലും ആ പാവം കേൾക്കും ഗൗരിയെ. അലീന ഗൗരി ഇക്കിളിട്ട് പറയവേ ഗൗരി ചമ്മലോടെ ചിരിച്ചു. നാളെയാണ് കല്യാണം. ഇന്ന് രാവിലെ മുതൽ അടുത്ത ബന്ധുക്കളൊക്കെ തേവരക്കിലെത്തി തുടങ്ങി. അബിയും കുടുംബവും ഇന്നലെ വൈകിട്ടെത്തി. ഇവിടെ വന്ന് വല്ലിപ്പച്ചിനൊക്കെ കണ്ടിട്ട് നേരെ മഹിയേട്ടൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ നിൽക്കാമെന്ന തീരുമാനത്തിൽ. പിന്നെ വന്നത് ശംഭു ചേട്ടൻ, സൗമ്യ ചേച്ചി, ആദിക്കുട്ടൻ. അവർ മഹിയേട്ടൻ്റെ കൂടെയാണ്. പിന്നെ രാജീവ് ചേട്ടനും അമ്മയും കൊണ്ട് ഇന്ന് കോഴിക്കോട് നിന്ന് 2 പേരും വരും. ഇതൊക്കെ മഹിയേട്ടൻ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞതാണ്. ഇവിടെ എല്ലാവരും വരുന്നതേ ഇടും. എന്നെ അലീന കടലപ്പൊടിയിൽ മുക്കി എത്തിയിരിക്കുകയാണ്. അലീന, ഞാൻ പോയി കുളിക്കട്ടെ. ദേ ഇതൊക്കെ ഉണങ്ങി തുടങ്ങി. കുളിച്ചിട്ട് വേഗം വാ, വലതും കഴിച്ചിട്ട് മെഹന്തി ഇടാം. സിബിച്ചൻ ആ ചേച്ചിയെ വിളിക്കാൻ പോയിരിക്കുക. ഗൗരി മൂളിക്കൊണ്ട് ബാത്റൂമിൽ കയറി കുളിച്ചിറങ്ങുമ്പോൾ ചോറ് കഴിക്കാൻ കൊണ്ടിരുത്തി അലീന പ്ലേറ്റ് എടുത്ത് അവൾ തന്നെ വിളമ്പി വെച്ച് കഴിച്ചു. മതിയടി, എൻ്റെ വയറ് നിറഞ്ഞു. മര്യാദയ്ക്ക് കഴിച്ചോ നീ? ആകെ ക്ഷീണിച്ചു. പോടി, ഞാനിപ്പോൾ വെയിറ്റൊക്കെ കൂടി. ഗൗരി എന്തു പറഞ്ഞിട്ടും വിളമ്പിയത് മുഴുവനും കഴിച്ചിട്ടേ വിട്ടുള്ളൂ. അലീന അപ്പോഴേക്കും മെഹന്തി ഇടുന്ന ചേച്ചിയെ സിബിച്ചൻ വിളിച്ചുകൊണ്ട് വന്നിരുന്നു. നല്ല ഭംഗിയായി ഗൗരിയുടെ ഇരിക്കയിലും മെഹന്തി ഇട്ട് കൊടുത്തു ആ ചേച്ചി. സരിത എന്നാണ് ചേച്ചിയുടെ പേര്. അതൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് മഹിയെ വിളിച്ചപ്പോൾ കോഴിക്കോട് നിന്നും വരുന്നവരെ വിളിക്കാൻ സ്റ്റാൻഡിൽ പോകുന്നു, വന്നിട്ട് കാണാമെന്നും പറഞ്ഞ് ഫോൺ വെച്ചു. എന്ത് പറ്റി ഗൗരിക്കുട്ടി? മഹിയേട്ടനെ വിളിച്ചിട്ട് കിട്ടിയില്ലേ? ഗൗരിയുടെ കവളിൽ നുള്ളി അനിയില്ല ചോദിച്ചു. പോ അവിടുന്ന്, ഞാൻ ഈ വേഷമൊക്കെ കിട്ടി ഒന്ന് കാണാൻ വിളിച്ചതാണ്. അപ്പോൾ വീട്ടിലില്ലത്രേ. ഞാൻ മഹിയേട്ടനോട് പിണങ്ങി. മുഖവും വീർപ്പിച്ച് കണ്ണും കുറിപ്പിച്ച് അലീനയോട് പറയാൻ അലീന ചിരിച്ചുപോയി. ദേ എൻ്റെ സുന്ദരിക്കുട്ടി, അലീനയെ കാണാൻ മഹിയേട്ടൻ വരും. നിന്നെ ഈ വേഷത്തിൽ കാണാതെ അങ്ങേർക്ക് ഉറക്കം വരുവോടി. എന്നാലും ഇപ്പൊ കണ്ടില്ലല്ലോ. ദേ മെഹന്തി കാണിക്കാൻ വിളിച്ചതാണ്. ഇനി വരട്ടെ. ഇങ്ങ് ഞാൻ പിണക്കം തന്നെയാണ് മഹിയേട്ടനോട്. വൈകുന്നേരം ഫംഗ്ഷനായിട്ടൊന്നും ഇല്ലെങ്കിലും വല്യപ്പച്ചൻ്റെ ആഗ്രഹമാണ് ഗൗരി ഇങ്ങനെ ഒരുക്കി കാണണമെന്ന്. അതിനാലാണ് അലീന ഇങ്ങനെ പിന്നാലെ നടന്ന് ഓരോന്നും കാണിക്കുന്നത്. വല്യപ്പച്ച, വേഷമൊക്കെ മാറി വന്ന് ഗൗരി ധാന്യെല്ലാം വിളിച്ചു. എൻ്റെ പൊന്നു മുളങ്ങി വാ, വല്യപ്പച്ചൻ കാണട്ടെ എൻ്റെ കുഞ്ഞിനെ.
ഗൗരി അടുത്തേക്ക് വരുമ്പോൾ നിറകണ്ണുകളോടെ അയാൾ തൻ്റെ കൊച്ചുമകളെ നോക്കി കണ്ടു. അപ്പൂപ്പനെയും അമ്മൂമ്മയും മഹി കൊണ്ടുവരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ഇന്ന് രാത്രി എല്ലാവരും വരും, മോളിങ്ങോട്ട് ഇരിക്കും. അയാൾ ഗൗരി തൻ്റെ അരികിൽ പിടിച്ചിരുത്തി. എല്ലാവരും വന്ന് ഗൗരിയുടെ അടുത്തിരുന്നു. മാമ്പഴ മഞ്ഞയും മജന്തയും കോമ്പിനേഷനിലുള്ള ഒരു ധാവണിയും അതിന് ചേരുന്ന വിധത്തിലുള്ള ആഭരണങ്ങളും ഹെയർ സ്റ്റൈലും ഒക്കെ ചേർന്ന് ഗൗരി സുന്ദരിയായിരുന്നു. രാത്രി കഴിക്കാൻ ചപ്പാത്തി, ഫ്രൈഡ് റൈസും പൊറോട്ട, ചില്ലി ചിക്കൻ, കോളിഫ്ലവർ ഫ്രൈ ചിക്കൻ, കറി, ബീഫ് ഉലർത്ത്, വെജിറ്റബിൾ കുറുമ ഒക്കെയായി ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായിരുന്നു. കൂടെ അലീനയും സിവിശനും ബെറ്റി ആൻറ്റിയുടെ മക്കളും അരുണും ഒക്കെ ചേർന്ന് ഡാൻസും പാട്ടുമൊക്കെ പൊടി പൊടിച്ചു. 10 മണിയൊക്കെ ആയതോടെ ഗൗരിയുടെ മുഖം മങ്ങി. ഇന്നിനി മഹി വരില്ലേ എന്നുള്ള ചിന്തയായിരുന്നു ഗൗരിക്ക്. മോൾ എന്തെങ്കിലും കഴിക്കുക, ബീനാമ്മ എടുത്തു തരാം. ഇപ്പം വേണ്ട ബീനാമ്മേ, മഹിയേട്ടനൊക്കെ വന്നിട്ട് മതി. ആ മോളെ ഗൗരി, ഇതേ അവരൊക്കെ വന്നു തോന്നുന്നു. കാരണം ശബ്ദം കേട്ട് ബീന പറഞ്ഞു. അകത്തേക്ക് ആദ്യം കയറി വന്നത് മഹി തന്നെയായിരുന്നു. അവൻ്റെ കണ്ണുകൾ ഗൗരിക്കായി പരതി. എന്നാൽ ഗൗരി മനഃപൂർവ്വം മറന്നു നിന്നു. എല്ലാവരും അകത്തേക്ക് കയറി വന്ന രോഹിണിയും ഗൗരിക്കായി ചുറ്റും നോക്കി. ഇത്രയേറെ മഹി പ്രണയിക്കാൻ അവളെ കിട്ടിയില്ലെങ്കിൽ ഇനി ഒരു വിവാഹ ജീവിതം വേണമെന്ന് തീരുമാനിക്കാനും മാത്രം സൗന്ദര്യമുണ്ടോ, അല്ലെങ്കിൽ എന്ത് പ്രത്യേകതയുണ്ട് എന്ന് കണ്ടറിയണം. അതിനാണ് ഈ വരവ് പോലും. എല്ലാവരും ഇരുന്നപ്പോൾ മഹി ദയനീയമായി അലീനയെ നോക്കി. എന്നെ നോക്കണ്ട മനുഷ്യ, എൻ്റെ കൊച്ചു നിങ്ങളെ വിളിച്ചതല്ലേ. ഒരുങ്ങിയിറങ്ങിയപ്പോൾ നിങ്ങൾക്കൊന്ന് കണ്ടാലേ എന്തായിരുന്നു കുഴപ്പം? എവിടെയാണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ പോയി വിളിച്ചോളാം. എല്ലാവരും ഗൗരിയെ കാണാനല്ലേ വന്നത്, നാട്ടിക്കരുത് പ്ലീസ്. ഗൗരി എവിടെയാ? മഹി അലീനയുടെ അടുത്ത് വന്ന് പതിയെ പറഞ്ഞു. ആ ഈ തവണ ഞാൻ ക്ഷമിച്ചു, ഞാൻ വിളിച്ചുകൊണ്ട് വരാം. മഹിയോട് പറഞ്ഞിട്ട് അലീന എല്ലാവരും ഇരിക്കുന്നിടത്തേക്ക് വന്നു. ഗൗരി ഇപ്പോൾ വരുവേ, അവൾ ബാത്റൂമിൽ പോയതാണ് പറഞ്ഞിട്ട് മഹിയെ നോക്കി കണ്ണൂട്ടി കാണിച്ചിട്ട് അലീന റൂമിലേക്ക് പോയി വിളിച്ചുകൊണ്ട് വന്നു. ഗൗരിയെ കണ്ടതോടെ സൗമ്യ അവൾക്കരികിൽ വന്ന് ബാക്കിയുള്ളവർ ഒരു ചിരിയോടെ ഇരിക്കുമ്പോൾ രോഹിണിയുടെ മുഖം മാത്രം വാടിപ്പോയി. അത് മറ്റാരും കണ്ടില്ലെങ്കിലും രാജീവ് വ്യക്തമായി കണ്ടു. ഗൗരി ചേച്ചി മറന്ന മോളെ നീ? ഇല്ല ചേച്ചി, ഞാൻ കല്ലുവിനെ കാണാൻ പോയപ്പോൾ ശ്രീമയുടെ അനുഗ്രഹം വാങ്ങാൻ വരണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ വസുന്ധരാമ വഴക്കുണ്ടാകും എന്നുള്ളത് കൊണ്ട് വിവാഹം കഴിഞ്ഞിട്ട് പോകാമെന്ന് മഹിയേട്ടൻ പറഞ്ഞു. അതുകൊണ്ടാണ് ചേച്ചി ഞാൻ വരാത്തത്, അല്ലാതെ ആരെയും മറന്നത് കൊണ്ടല്ല. പറയുമ്പോൾ ഗൗരിക്ക് സങ്കടം വന്നു. അയ്യേ എൻ്റെ പൊന്നു കുഞ്ഞെ, നിന്നോട് ഞാൻ വെറുതെ ഒരു കുശലം ചോദിച്ചതാണ്, അല്ലാതെ വേറൊന്നുമില്ല. ഒന്ന് ചിരിച്ചതേ. മഹേഷ് ഏട്ടൻ എന്നെ നോക്കി പേടിപ്പിക്കണം. അത് കേട്ട് ഗൗരി ഒന്ന് പുഞ്ചിരിച്ചു. അപ്പൂപ്പനും അമ്മമ്മയും വന്നില്ലേ ആൻറ്റി? ഇല്ലടാ, യാത്രയൊക്കെ ചെയ്ത് വന്നതല്ലേ, അവർക്ക് നല്ല ക്ഷീണം. ഇവിടെ നിന്നെ വന്ന് കണ്ടല്ലോ, ഇനി നാളെ അമ്പലത്തിലെത്തും. അബിയേട്ടാ, ശ്രീയേട്ടാ, ശംഭുച്ചേട്ട എല്ലാവരും ഇരിക്കും കേട്ടോ. ഗൗരി എല്ലാവരെയും നോക്കി ചിരിയോടെ പറഞ്ഞു. ഗൗരി സൗമ്യയെ നോക്കി ചിരിക്കുന്നത് കാണേ മഹിയുടെ മുഖവും തെളിയുന്നത് ഉള്ളിൽ ഉയർന്ന ഒരു നോവോടെ രോഹിണി അറിഞ്ഞു. പിന്നെ ഓരോരുത്തരും ഗൗരിയോട് സംസാരിച്ചും കളിയായിരുന്നു. ഗൗരി, ഇതാരാണെന്ന് മനസ്സിലായി നിനക്ക്? ഗൗരിയുടെ കയ്യിൽ പിടിച്ച രോഹിണിക്കും അച്ഛനും അരികിൽ കൊണ്ടുവന്ന് മഹി ചോദിച്ചു. ഇല്ല മഹിയേട്ടാ, അറിയില്ല. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടില്ലേ സുധാകരൻ അങ്കിൾ, ഇത് മകൾ രോഹിണി. മഹി അവരെ പരിചയപ്പെടുത്തവേ ഒരു നിമിഷം ഗൗരിയുടെ മുഖം മങ്ങി. എന്നാൽ അടുത്ത നിമിഷം ചിരിയോടെ രോഹിണിയോട് സംസാരിച്ചു. മഹിയേട്ടൻ പറഞ്ഞിട്ടുണ്ട് ചേച്ചിയും അച്ഛനെയും കുറിച്ച്. നേരിട്ട് കണ്ടിട്ടുള്ളതുപോലെ പരിചയമാണ് ഞങ്ങൾക്ക്. അവിടെ ഒരു ദിവസം പോലും ഗൗരി എന്ന പേര് കേൾക്കാതെ ഇരുന്നിട്ടില്ല. വരുത്തി തീർത്തൊരു ചിരിയോടെ രോഹിണി പറഞ്ഞു. ഇനി കഴിച്ചിട്ടൊക്കെ ഇരിക്കാം കേട്ടോ. ഡെറിയും മരോണും വന്ന് എല്ലാവരും ക്ഷണിച്ച് കഴിക്കാനെത്തി. പിന്നിലേക്ക് വരഞ്ഞ മഹി ഗൗരിയുടെ കയ്യിൽ പിടിച്ച അടുത്ത മുറിയിൽ കയറി. അത് കണ്ട അലീന ഒരു ചിരിയോടെ നോക്കിയത് രോഹിണിയുടെ മുഖത്തായിരുന്നു. അവളും കണ്ടെന്ന് മനസ്സിലായപ്പോൾ അലീന ഒരു ചമ്മി ചിരിച്ചു. വിട് മഹിയേട്ടാ, ഭയങ്കര തിരക്കല്ലേ, പിന്നെ എന്തിനാ ഇപ്പൊ വന്നത്? ഇന്നലെ കണ്ടില്ല. ഗൗരിക്ക് ശരിക്കും സങ്കടം വന്നു. ഇനി നാളെ മുതൽ എന്നും കാണാലോ. ഇനി ഒരിക്കലും ഞാൻ എൻ്റെ ഗൗരി വിട്ട് എങ്ങോട്ടും പോവില്ല പറഞ്ഞുകൊണ്ട് അവൻ സങ്കടത്തിൽ വിറയ്ക്കുന്ന അവളെ ചുടികളെ കവർന്നെടുത്തു. സ്ട്രോബെറിക്ക് ഇന്നും വല്ലാത്തൊരു ടേസ്റ്റ്. പിന്നെ സുന്ദരിയായിട്ടുണ്ട്. മഹിയേട്ടൻ്റെ ഗൗരി വന്നപ്പോൾ മുതൽ നോക്കിയതാണ് ഇതൊന്നും തരാൻ. ഇല്ലെങ്കിൽ ഇന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അതാ. അവളുടെ ചുണ്ടിലെ ഉമ്മിന്നിൻ്റെ നനവ് തള്ളവിരലാൽ തുടച്ചിട്ട് മഹി പറഞ്ഞു. കഴിക്കാൻ പോകാം മഹിയേട്ടാ, നേരെ ഒത്തിരിയായി, വാ പോകാം. അവർ ചെല്ലുമ്പോൾ എല്ലാവരും കഴിച്ചു തുടങ്ങിയിരുന്നു. രോഹിണി ഗൗരിയെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുന്നത് കാണി രാജീവ് ഒന്ന് ചുമച്ചു. അതോടെ രോഹിണി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. പിന്നെ എല്ലാവരും ഇറങ്ങുമ്പോൾ സമയം 11:30 അടുത്തിരുന്നു. രാത്രി അലീനയുടെ അടുത്ത് കിടക്കുമ്പോൾ ഗൗരി രോഹിണിയെക്കുറിച്ചാണ് ചിന്തിച്ചത്. ആ ചേച്ചിക്ക് ഉണ്ടാവും. പക്ഷെ മഹിയേട്ടനെ ആരും അങ്ങനെ ആഗ്രഹിക്കേണ്ട. മഹിയേട്ടൻ ഗൗരിയുടേതാണ്, ഗൗരിയുടെ മാത്രം. ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ അവളുടെ ഉള്ളിൽ മഹി എന്ന മന്ത്രം മാത്രമായിരുന്നു. രാവിലെ അലീനയാണ് ഗൗരി വിളിച്ചുണർത്തിയത്. ഇന്ന് നിന്റെ കല്യാണമാണെന്ന് മറന്ന പെണ്ണെ, എന്തൊരു ഉറക്കാണ്. ഉറങ്ങിപ്പോയിടി. വേഗം കുളിച്ചു വാ. പിന്നെ പെട്ടെന്ന് കുളിച്ചു വന്ന് റെഡിയായി വന്നപ്പോൾ ഡേയ്സി രാവിലെ കഴിക്കാനുള്ളതുമായി വന്നു. കുറേശ്ശെ വാരി കൊടുത്ത് കഴിപ്പിച്ചു. അപ്പോഴേക്കും ഒരുങ്ങാനും ആളെത്തി. പിന്നെ
മണിക്കൂറുകൾ അതിനെ ചെലവഴിച്ചു. ഒരു രാജകുമാരി പോലെ സുന്ദരിയായി ഗൗരിയെ. കൊള്ളാം അലീന, നിനക്ക് ഇഷ്ടായോ? ഇഷ്ടായി എൻ്റെ ഗൗരി, അല്ലെങ്കിൽ സുന്ദരിയല്ലേ? ഗൗരിയും ചേർത്ത് പിടിച്ച് പറയവേ അലീനയുടെ ഉള്ളിൽ മുന്നോട്ടിനി എന്തെന്നറിയാത്ത മരിക്കണോ ജീവിക്കണോ എന്ന് തീർച്ചപ്പെടുത്താൻ പോലും കഴിയാത്ത വിധത്തിൽ മനസ്സ് തകർന്നൊരു പെൺകുട്ടിയായിരുന്നു. എന്നാൽ ഇന്ന് പുഞ്ചിരിയുടെ ആത്മവിശ്വാസത്തോടെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഗൗരി അവളെ കാണി ഹൃദയം നിറഞ്ഞു കവിയുന്ന ആനന്ദമാണിന്ന്. സന്തോഷമായിരിക്കണം എൻ്റെ ഗൗരി, എപ്പോഴും എനിക്കത് മതി. ഗൗരിയുടെ നെറ്റിൽ ഉമ്മ വെച്ചു. പിന്നെ എല്ലാവരും അമ്പലത്തിലേക്ക് തിരിച്ചു. അവിടെ എത്തുമ്പോൾ മഹിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇരുവരും ഒരുമിച്ച് വലം വെച്ച് തൊഴുത് പ്രസാദം വാങ്ങി പരസ്പരം തൊട്ടുകൊടുത്തു. പിന്നെ മുതിർന്നവർക്ക് ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങി. മുഹൂർത്തമായാലും താലി എടുത്തു കൊടുത്തോളൂ. പൂജാരി പറഞ്ഞതും ദാനിയൽ താലത്തിലിരുന്ന ചെയിൻ കോർത്ത ആലിലെ തലയെടുത്ത് കൃഷ്ണസ്വാമിയെ ഏൽപ്പിച്ച് അയാളത് വാങ്ങി മഹിയുടെ കയ്യിലേക്ക് കൊടുത്തു. തൊഴുകൈയോടെ പ്രാർത്ഥനയോടെ നിൽക്കുന്ന ഗൗരിയുടെ കഴുത്തിലേക്ക് അതേ പ്രാർത്ഥനയോടെ മഹി ആ താലി ഗൗരിയുടെ കഴുത്തിൽ ചാർത്തി. പിന്നെ മഹാദേവൻ എടുത്ത് നീട്ടിയ കുങ്കുമം ചെപ്പിൽ നിന്നും ഒരു നുള്ള സിന്ദൂരം കൊണ്ട് ആ സീമന്തരേഖയും ചോപ്പിച്ചു മഹി. പിന്നെ കൈ പിടിച്ചു കൊടുത്തു. കന്യാദാനം ചെയ്ത് ഡെറിയാണ്. ഒക്കെ കഴിഞ്ഞ് പിന്നെ ഫോട്ടോഷൂട്ടും സദ്യയുമൊക്കെ ഗൗരി തളർന്നു. ഇനി മഹിയുടെ വീട്ടിലേക്ക് എല്ലാവർക്കും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഗൗരി കരയുമെന്ന് അറിയുന്ന പ്രതീക്ഷയെങ്കിലും നാളെ ഞങ്ങൾ ഇങ്ങ് വരും എന്നൊരു ചീച്ചയോടെ പറഞ്ഞിട്ട് ഗൗരി കാറിലേക്ക് കയറി. ഞങ്ങളൊക്കെ വൈകിട്ട് അങ്ങ് വന്നോളാം കേട്ട ഗൗരി. ഡെറി പറയവേ സന്തോഷത്തോടെ ഗൗരി തലയാട്ടി നേരെ മഹിയുടെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു.